നമ്മുടെ രാജ്യത്തിന്റെ ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി e-Rupee ഇന്നു മുതൽ റീറ്റെയിൽ യൂസേഴ്സിനെ കിട്ടി തുടങ്ങും. എല്ലാവർക്കും ഇന്നു മുതൽ കിട്ടി തുടങ്ങുകയില്ല. ഇപ്പോൾ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും എല്ലാവരിലേക്കും എത്തുക. ഇപ്പോൾ എന്തായാലും സെലക്ടഡ് സിറ്റീസിലുള്ളവർക്ക് സെലക്ടഡ് ബാങ്കുകൾ വഴിയായിരിക്കും ഈ ഒരു e-Rupee സൗകര്യം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. എന്താണ് e-Rupee, എങ്ങനെയാണ് e-Rupee വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് e-Rupee ഉപയോഗിക്കാം, നിലവിലുള്ള ഡിജിറ്റൽ പേയ്മെന്റും അതുപോലെ തന്നെ e-Rupee തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. എന്താണ് e-Rupee? നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയായ ഇന്ത്യൻ രൂപയുടെ ഡിജിറ്റൽ ഫോമാണ് e-Rupee എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ പല ഡിനോമിനേഷനിലുള്ള കറൻസീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ 100 രൂപയുടെ ഉണ്ട്, 50 രൂപയുടെ ഉണ്ട്, 20 രൂപയുടെ ഉണ്ട്, അതുപോലെ തന്നെ കോയിൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഡിജിറ്റൽ ഫോമാണ് ഈ ഒരു e-Rupee എന്ന് പറയുന്നത്. ഇത് ടോക്കൺ ഫോമിലായിരിക്കും ലഭ്യമായിരിക്കുക. രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ഇപ്പോൾ ഈ ഒരു e-Rupee ലഭ്യമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഹോൾസെയിൽ മാർക്കറ്റിലുള്ള ഇടപാടുകൾക്കായിട്ട് e-Rupee ലഭ്യമാക്കിയിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ മാസം, അതായത് നവംബർ 1 മുതൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ലഭ്യമാക്കിയിരുന്നു. അതായത് ബാങ്കുകൾ തമ്മിലുള്ള പണമിടപാടുകൾക്കായിരിക്കും അത് ഉപയോഗിക്കുക. രണ്ടാമത്തേത് റീറ്റെയിൽ യൂസേഴ്സിന് വേണ്ടിയുള്ള e-Rupee, അതായത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള e-Rupee. അത് ഇന്നു മുതലാണ് ലഭ്യമായി തുടങ്ങുക. ഇതിപ്പോൾ പരീക്ഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ സെലക്ടഡ് സിറ്റീസിലുള്ളവർക്ക് സെലക്ടഡ് ബാങ്കുകൾ വഴിയായിരിക്കും ഈ ഒരു e-Rupee സൗകര്യം ലഭിക്കുക. സെലക്ടഡ് ബാങ്കുകൾ വഴി ആളുകളിലേക്ക് e-Rupee എത്തി അത് കൈമാറ്റം ചെയ്യപ്പെട്ട് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും എല്ലാ ആളുകളിലേക്കും ഈ ഒരു e-Rupee സൗകര്യം എത്തുക. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജിൽ SBI, ICICI ബാങ്ക്, യെസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് എന്നീ 4 ബാങ്കുകളാണ് ഈ ഒരു e-Rupee സൗകര്യം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്റർമീഡിയറ്റ് ബാങ്ക് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് ഡിസംബർ 1 ആദ്യത്തെ സ്റ്റേജിൽ 4 സിറ്റികളിലുള്ളവർക്കാണ് ഈ ഒരു e-Rupee സൗകര്യം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഭുവനേശ്വർ, ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നീ 4 സിറ്റികളിലുള്ള ആളുകൾക്കാണ് ഈ ഒരു സൗകര്യം ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങുക. സെക്കൻഡ് സ്റ്റേജിൽ കൂടുതൽ ബാങ്കുകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സിറ്റികളിലേക്ക് ഈ ഒരു e-Rupee സൗകര്യം വ്യാപിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ കേരളത്തിൽ കൊച്ചിയിൽ ഈ ഒരു സൗകര്യം ലഭ്യമാകും. സെക്കൻഡ് സ്റ്റേജിൽ കൊച്ചി, അഹമ്മദാബാദ്, അതുപോലെ തന്നെ ഗാംഗ്ടോക്ക്, ഗുവാഹത്തി, ഹൈദരാബാദ്, ഇൻഡോർ, ലക്നൗ, പാട്ന, ഷിംല എന്നീ നഗരങ്ങളിലും ഈ ഒരു e-Rupee സൗകര്യം ലഭ്യമായി തുടങ്ങും. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ HDFC ബാങ്ക്, കൊടക് മഹീന്ദ്ര ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ എന്നീ 4 ബാങ്കുകൾ കൂടി e-Rupee സൗകര്യത്തിന്റെ ഭാഗമായിട്ട് മാറും. രാജ്യത്തിന്റെ സ്വന്തം ഡിജിറ്റൽ കറൻസിയായ e-Rupee എന്തായാലും ഇപ്പോൾ ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. അത് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ഒരു ഫൈനൽ ഫോം രൂപീകരിച്ച് അതിനുശേഷമായിരിക്കും രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും ഇത് എത്തി തുടങ്ങുക. ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് ഡിജിറ്റൽ കറൻസി ഉണ്ട്. റഷ്യ, നൈജീരിയ, ജമൈക്ക, ചൈന, സ്വീഡൻ, അതുപോലെ അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് ഡിജിറ്റൽ കറൻസി ഉണ്ട്. പലർക്കും ഉണ്ടാകുന്ന കോമൺ ഡൗട്ടാണ്, ഇപ്പോൾ നമ്മൾ നിലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്, അതും ഈ ഒരു e-Rupee തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ കോർ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പോൾ ഞാനൊരു 100 രൂപ ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആയിട്ട് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. സോ നമുക്കിപ്പോൾ നിലവിലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് മണ്ടേറ്ററി ആണ്. അതുപോലെ തന്നെ അത് സെറ്റിലാകാനായിട്ട് ടൈം എടുത്തേക്കാം. അതുപോലെ തന്നെ ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നമ്മുടെ പണം സൂക്ഷിച്ചു വെക്കുന്നു. ആ ഒരു ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. അതിൽ കൂടുതൽ തുക നമ്മൾ ആ ഒരു ബാങ്കിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു e-Rupeeയിലേക്ക് വരുമ്പോൾ e-Rupee ഇഷ്യൂ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് RBI ആണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പ്രിന്റഡ് കറൻസീസും കോയിൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് RBI അത് ഇഷ്യൂ ചെയ്തിട്ട് അത് ബാങ്കുകൾ വഴി അത് ആളുകളിലേക്ക് എത്തിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു e-Rupeeയും അത് ഇഷ്യൂ ചെയ്യുന്നത് RBI തന്നെയാണ്. RBI തന്നെ ഡയറക്റ്റ് ഇഷ്യൂ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതും RBI തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെലക്ടഡ് ബാങ്കുകൾ വഴിയായിരിക്കും അത് ആളുകളിലേക്ക് എത്തുന്നത്. ഈ ഒരു e-Rupee സ്റ്റോർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിലല്ല, പകരം ഒരു ഡിജിറ്റൽ വാലറ്റിലായിരിക്കും ഈ ഒരു e-Rupee സ്റ്റോർ ചെയ്യപ്പെടുന്നത്. e-Rupee ടോക്കൺ ഫോമിലായിരിക്കും നമ്മൾ പണം കൈമാറ്റം ചെയ്യുമ്പോൾ അത് ടോക്കൺ ഫോമിലായിരിക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇനി എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു e-Rupee ഉപയോഗിക്കാനായിട്ട് സാധിക്കും? നമ്മളിപ്പോൾ സാധാരണയായിട്ടുള്ള
പ്രിന്റഡ് ആയിട്ടുള്ള കറൻസീസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുവോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു e-Rupee ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ആളുകൾ തമ്മിലുള്ള കൈമാറ്റത്തിനായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു e-Rupee ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് മർച്ചൻറ്റ് പേയ്മെൻറ്റിനായിട്ട് e-Rupee ഉപയോഗിക്കാം. നമ്മളിപ്പോൾ കടകളിലേക്ക് വെച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് UPI ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ e-Rupee ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള QR കോഡുകൾ ഷോപ്പുകളിൽ വരും. അത് സ്കാൻ ചെയ്ത് നമുക്ക് ഈ ഒരു e-Rupee ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രിന്റഡ് കറൻസി നമ്മൾ ബാങ്കുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് e-Rupee ഉപയോഗിച്ചും ഡെപ്പോസിറ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ വെറുതെ പ്രിന്റഡ് ആയിട്ടുള്ള കറൻസീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പലിശ ഒന്നും കിട്ടില്ല. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും പലിശയും മറ്റു റിട്ടേണും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് e-Rupee. നമ്മൾ വാലറ്റിൽ വെറുതെ e-Rupee ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പലിശയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല. നമ്മളത് ബാങ്കുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പലിശ കിട്ടുകയുള്ളൂ. അല്ലാതെ വെറുതെ വാലറ്റിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലിശയൊന്നും ലഭിക്കുകയില്ല. ഇനി e-Rupeeയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് മോഡുകൾ ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് സെറ്റിൽ ആവാനായിട്ട് ടൈം എടുത്തേക്കാം. പക്ഷേ e-Rupeeയിലേക്ക് വരുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ സെറ്റിൽ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ രാജ്യത്തെ കറൻസി പ്രിൻറ്റ് ചെയ്യാനും അത് സെക്യൂറായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ എക്സ്പെൻസസ് വരുന്നുണ്ട്. സോ e-Rupee ആളുകൾ വൈഡായിട്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കറൻസി കുറച്ച് പ്രിൻറ്റ് ചെയ്താൽ മതിയാകും. സോ അതുമായി ബന്ധപ്പെട്ട ചിലവുകളൊക്കെ സെൻട്രൽ ബാങ്കിന് കുറക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു വലിയൊരു ഫീച്ചറായിട്ട് പറയുന്നത് ഇന്ത്യക്ക് വെളിയിലുള്ള, അതായത് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റുകൾ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു e-Rupee ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നതും ഈ ഒരു ഡിജിറ്റൽ കറൻസിയുടെ ഒരു ഫീച്ചറായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു e-Rupee ടോക്കണായിട്ടാണ് ഈ ഒരു e-Rupee കൈമാറ്റം ചെയ്യപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ജേണി നോക്കിക്കഴിഞ്ഞാൽ 1990-ലാണ് ECS വരുന്നത്, അതായത് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്. പിന്നീട് 2004 RTGS വന്നു, 2005 NEFT വന്നു, 2010 IMBS വന്നു, 2011 CTS അഥവാ ചെക്ക് ട്രാൻസാക്ഷൻസ് സിസ്റ്റം വന്നു, 2012 NACH അഥവാ നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് വന്നു, 2016 UPI വന്നു. ഇപ്പോൾ 2022 സെൻട്രൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി വരുന്നത്. ഒരു പക്ഷേ ഒരു 20 വർഷമൊക്കെ കഴിയുവാൻ നേരത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രിന്റഡ് ആയിട്ടുള്ള കറൻസി ചിലപ്പോൾ ഇല്ലാതായി എന്ന് പറയാം. എല്ലാവരും തന്നെ ഈ ഒരു e-Rupeeയിലേക്ക് മാറിയിട്ടുണ്ടാകാം. അത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പ്രിന്റഡ് കറൻസി ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദമായിരിക്കും ഉണ്ടാവുക. അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും ഫ്യൂച്ചറാണ്, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയി എന്ന് തന്നെ വരാം. എന്തായാലും വലിയൊരു ചുവടുവെപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യം മൊത്തം ഡിജിറ്റലിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കറൻസിയും ഡിജിറ്റലിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ ഡിജിറ്റൽ കറൻസി e-Rupeeയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.